മറ്റത്തൂർ പഞ്ചായത്തിലെ ശാസ്താംപൂവം വനത്തിലുള്ള ആനപ്പാന്തം ആദിവാസി കോളനിയിൽ ജില്ലാ കളക്ടർ വി രതീശൻ സന്ദർശനം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദിവാസികൾക്ക് സുഗമമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനായാണ് കളക്ടർ ആനപ്പാന്തം കോളനിയിലെത്തിയത്. ഊരുമൂപ്പൻ മല്ലു നടരാജനോടൊപ്പം കോളനിയിലെ വീടുകൾ കയറിയിറങ്ങിയ കളക്ടർ ആദിവാസികൾക്ക് തിരിച്ചറിയൽ കാർഡുകളും റേഷൻ കാർഡുകളും കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. കോളനിയിലെ പല കുടുംബങ്ങൾക്കും കിട്ടിയ തിരിച്ചറിയൽ കാർഡുകളിൽ ഫോട്ടോകൾ പരസ്പരം മാറിപ്പോയിട്ടുള്ളതായി ആദിവാസികൾ കളക്ടറെ അറിയിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. കോളനിയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ചും ഊരുമൂപ്പൻ കളക്ടറോട് പരാതിപ്പെട്ടു. കോളനിയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ കളക്ടർ ആവശ്യമെങ്കിൽ ടാങ്കർ ലോറിയിൽ കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും ആദിവാസികൾക്ക് ഉറപ്പു നൽകി. കോളനിയിൽ പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകളുടെ നിർമ്മാണം സൗജന്യമായി ഏറ്റെടുത്ത് നടത്തിക്കൊടുക്കാൻ തയ്യാറാണെന്ന് കോളനിയിലെത്തിയ തൃശൂരിലെ ലയൺസ് ക്ലബ് ഭാരവാഹികൾ കളക്ടറെ അറിയിച്ചു. ചാലക്കുടി DFO സുനിൽ പമിടി, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സലീം കുമാർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ S ശോഭനകുമാരി, ചാലക്കുടി തഹസിൽദാർ KJ ആന്റണി, താലൂക്ക് സപ്ലൈ ഓഫീസർ MS ബീന, കൊടകര BDO PK സുരേഷ് ബാബു, കൊടകര CI C യൂസഫ്, വെള്ളിക്കുളങ്ങര SI MB സിബിൻ, ചാലക്കുടി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സുരേഷ്, വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ TS മാത്യു, പരിയാരം റേഞ്ച് ഓഫീസർ TP ശ്രീകുമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും കോളനിയിലെത്തിയിരുന്നു. TCV കൊടകര.